ഷോൺ എബോട്ട് ദ ബ്രോക്കൺ ഏഞ്ചൽ. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായൊരു ദിവസമായിരുന്നു 2014 നവംബർ 25. ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഫിലിപ്പ് ഹ്യൂക്സ് ഷെഫീൽഡ് ഷീൽഡ് മത്സരത്തിനിടെ ഷോൺ എബോട്ട് എറിഞ്ഞ ഒരു ബൗൺസറിൽ ഹെൽമെറ്റിൻ്റെ പിന്നിൽ തട്ടി വീഴുകയായിരുന്നു. ആ പന്തായിരുന്നു ഫിലിപ്പിൻ്റെ ജീവനെടുത്തത്. ഹ്യൂക്സ് ആശുപത്രിയിൽ ജീവൻ നിലനിർത്താൻ പോരാടുമ്പോൾ ലോകം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ആ സമയം മാനസികമായി തകർന്നത് ഷോൺ എബോട്ടായിരുന്നു. ഫാസ്റ്റ് ബോളറായ അബോട്ട് ഹ്യൂക്സ് വീഴുന്ന കണ്ട നിമിഷം മുതൽ തളർന്നുപോയി. തൻ്റെ സുഹൃത്തിന് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹ്യൂക്സ് മരിച്ച വാർത്ത കേട്ടപ്പോൾ അബോട്ട് തകർന്നു. തൻ്റെ ഒരു പന്താണ് ഒരു ജീവനെടുത്തതെന്ന് അവനെ വേട്ടയാടി. ക്രിക്കറ്റ് ലോകം മുഴുവൻ അബോട്ടിനൊപ്പം നിന്നു. അബോട്ടിന് വീണ്ടും ക്രിക്കറ്റ് കളിക്കുമോ എന്ന ചോദ്യം പോലും ഉയർന്നു വന്നു. പക്ഷേ കുടുംബം, സുഹൃത്തുക്കൾ, ഓസ്ട്രേലിയൻ ടീമിലെ സഹതാരങ്ങൾ എല്ലാവരും അവൻ്റെ ഒപ്പം നിന്നു. ഹ്യൂക്സിൻ്റെ കുടുംബം പോലും അബോട്ടിനെ ആശ്വസിപ്പിച്ചു. ഇത് ഫിലിപ്പിൻ്റെ സ്വപ്നമായിരുന്നു. ഫിലിപ്പിൻ്റെ സ്വപ്നമായ ക്രിക്കറ്റായിരുന്നു. നീ അതിൽ നിന്നും മാറരുത്. ശാരീരികമായല്ല, മാനസികമായാണ് അബോട്ടിന് ഏറ്റവും വലിയ മുറിവുണ്ടായത്. പല ആഴ്ചകളിലും അവൻ പരിശീലനത്തിന് പോകാൻ പോലും മടിച്ചു നിന്നു.